അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്റർ പഠിക്കേണ്ടത് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് വേണ്ടത്. ഇപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ് മിക്സ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് ഒരു സിംഗിൾ ഗ്യാസിന്റെ പ്രോപ്പർട്ടി, അതായത് ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ അങ്ങനെയൊക്കെ ഉള്ളത് സിംഗിൾ ഗ്യാസുമായിട്ട് ഒരു ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതാണ് നമ്മൾ പഠിച്ചത്. ഇനി ഒന്നിലധികം ഗ്യാസുകൾ ചേർത്ത് മിക്സ്ചറായിട്ട് ഉണ്ടാക്കിയാൽ, മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ പ്രോപ്പർട്ടിയൊക്കെ എങ്ങനെ വേരി ചെയ്യും, അപ്പൊ അത് ഓരോന്നും ഓരോ പ്രോപ്പർട്ടി എങ്ങനെ വേരി ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. അതിലെ നമുക്ക് പ്രോബ്ലം ആണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് വേണ്ടുന്ന ഇക്വേഷൻസ് ഞാൻ ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പൊ വേണ്ടുന്ന ഇക്വേഷൻസ് കുറേയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഒന്നാമത്തെ ഇക്വേഷൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്കറിയാം PV = MRT എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഇതിൽ P എന്ന് പറയുന്ന പ്രഷർ, V എന്ന് പറയുന്നത് വോളിയം, M എന്ന് പറയുന്ന മാസ്, R എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റന്റ്, T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഇക്വേഷൻ ഇടുമ്പോൾ എപ്പോഴും SI യൂണിറ്റിൽ തന്നെ നിങ്ങൾ എല്ലാ വാല്യൂസും ഇടാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോകും. അപ്പൊ ഇത് ഒരു ഇക്വേഷൻ. അതുപോലെ മറ്റൊരു ഇക്വേഷൻ ഉണ്ട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് PV = NR/T. അപ്പൊ ഇവിടെ വരുന്ന വ്യത്യാസം, ഇവിടെ M ആണെങ്കിൽ ഇവിടെ N ആണ്, അതുപോലെ ഇവിടെ R ആണെങ്കിൽ ഇവിടെ ഇട്ടിരിക്കുന്ന R ആണ്. ഇനി പിയും വിയും ടിയും എല്ലാം സെയിം തന്നെ. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. അതുപോലെ R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എല്ലാ ഗ്യാസുകൾക്കും സെയിം ആണ്, 8.314 ആണ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ 8.314 × 10³ എന്നാണ്. അത് എല്ലാ ഗ്യാസിനും ഒരുപോലെയാണ്. അതേസമയം ഈ R എന്ന് പറയുന്ന വാല്യൂ ഓരോ ഗ്യാസിനും ഓരോന്നായിരിക്കും, അത് ശ്രദ്ധിച്ചോളുക. അതുപോലെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. ഇനി നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്, അത് നമുക്ക് പറയാം. അതുപോലെ R-ഉം R⁻ഉം തമ്മിലുള്ള റിലേഷൻ ഒന്ന് അറിഞ്ഞിരിക്കണം. R ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ആണ്. മോളിക്കുലാർ മാസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ M കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്യാസ് തന്നിട്ടുണ്ട്, അതിന്റെ R കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്താൽ മതി, R⁻ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതൊരു ഇക്വേഷൻ. അതുപോലെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മാസ് ബൈ മോളിക്കുലാർ മാസും ആണ്. നമ്പർ ഓഫ് മോൾസ് = മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. ഇനി അല്ലാതെ ചില ചോദ്യങ്ങളിൽ പറയും ഇത്ര കിലോഗ്രാം മോൾ, 2 കിലോഗ്രാം മോൾ ഓഫ് ഗ്യാസ് എന്നൊക്കെ പറയും. ഇപ്പൊ 2 കിലോഗ്രാം മോൾ എന്നോ 1.5 കിലോഗ്രാം മോൾ എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആ വാല്യൂ ആയിരിക്കും, അത് ഓർത്തോളുക. 2 കിലോഗ്രാം മോൾ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾ 2 ആയിരിക്കും. 1.5 കിലോഗ്രാം മോൾ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് 1.5 ആയിരിക്കും. അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അതും കൂടെ ഓർത്തിരിക്കുക. ഇനി അടുത്ത വരുന്ന ഒരു ടേം ആണ് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഗ്യാസുകളെ ചേർത്ത ഒരു മിക്സ്ചർ ഞാൻ എടുക്കുകയാണെങ്കിൽ, ഒന്നിലധികം ഇപ്പൊ 2 ഗ്യാസ് ഉണ്ട്, 2 ഗ്യാസിനെ ചേർത്ത ഒരു മിക്സ്ചർ, ഒന്നാമത്തെ ഗ്യാസ് അതുപോലെ രണ്ടാമത്തെ ഗ്യാസ്, ഒരു മിക്സ്ചർ എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഗ്യാസിന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഗ്യാസിന്റെ അളവ് അതിൽ എത്ര ആണെന്നുള്ളത്, അതാണ് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അതിനെ നമുക്ക് X എന്ന് റെപ്രസെന്റ് ചെയ്യാം. X1 എന്ന് പറയുന്നത് ഇക്വേഷൻ N1 ഡിവൈഡഡ് ബൈ N1 + N2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ ഫസ്റ്റ് ഗ്യാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ മിക്സ്ചർ. ഇതിനെയാണ് മോൾ ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഗ്യാസിനെ എടുക്കുകയാണെങ്കിൽ N2 ഡിവൈഡഡ് ബൈ N1 + N2. അപ്പൊ ഇത് പഠിച്ചു വെച്ചേക്കുക. ഇതുപോലെ നമുക്ക് മാസ് ഫ്രാക്ഷൻ സിമിലർ ആയിട്ട് തന്നെ എഴുതാം. മാസ് ഫ്രാക്ഷൻ ഓഫ് ഫസ്റ്റ് കമ്പോണന്റ് = M1 ഡിവൈഡഡ് ബൈ M1 + N2. മാസ് ഓഫ് ഫസ്റ്റ് കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ മിക്സ്ചർ. അതുപോലെ സെക്കൻഡിനെ എഴുതുവാണെങ്കിൽ മാസ് ഓഫ് സെക്കൻഡ് കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ മിക്സ്ചർ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. അടുത്തത് ഇതിനകത്ത് ചോദിക്കുന്ന ഒരു തിയറി ചോദ്യമാണ്. അതിനെ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളതാണ്, ഡാൾട്ടൺ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. പണ്ട് കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇത് തിയറി ആയിട്ട് ചോദിക്കും, തിയറി ചോദ്യമായിട്ട് ചോദിക്കും. അതുപോലെ അതിന്റെ ഇക്വേഷൻ നമുക്ക് ആവശ്യമുണ്ട്. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പറയുന്നത്, നമ്മളൊരു വെസലിൽ ഈ മിക്സ്ചർ ഓഫ് ഗ്യാസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ 1, 2 എന്ന് പറയുന്ന 2 ഗ്യാസുകൾ ചേർന്ന ഒരു മിക്സ്ചർ നമ്മൾ ഒരു വെസലിൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്, ആ മിക്സ്ചർ അപ്ലൈ ചെയ്യുന്ന ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഗ്യാസുകളുടെ പാർഷ്യൽ പ്രഷറുകളുടെ സമ്മിന് ഈക്വൽ ആയിരിക്കും എന്നാണ് ഡാൾട്ടൺ ലോ പറയുന്നത്. എന്ന് പറഞ്ഞാൽ 2 ഗ്യാസുകൾ ചേർന്ന മിക്സ്ചറിന്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ പ്ലസ് രണ്ടാമത്തെ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ ആയിരിക്കും.
എന്തുവാണ് ഇനി പാർഷ്യൽ പ്രഷർ? പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ആ വെസലിൽ ഒന്നാമത്തെ ഗ്യാസ് മാത്രമേ എടുക്കുന്നുള്ളെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്ന പ്രഷറാണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഫസ്റ്റ് ഗ്യാസ്. അതുപോലെ രണ്ടാമത്തെ ഗ്യാസ് മാത്രം എടുക്കുകയാണെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്ന പ്രഷറാണ് രണ്ടാമത്തെ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് ഡാൾട്ടൺ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇനി ബാക്കി ഇക്വേഷൻ. ഇനി ഡാൾട്ടൺ ലോ ഓഫ് പാർഷ്യൽ പ്രഷറിൽ നിന്ന് നമുക്ക് ഇൻഡിവിജ്വൽ പാർഷ്യൽ പ്രഷർ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, പാർഷ്യൽ പ്രഷർ ഓഫ് ഫസ്റ്റ് കമ്പോണന്റ് P1 ഈസ് ഈക്വൽ ടു x1 ഇൻറ്റു PM. അതായത് PM എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രഷർ ഓഫ് ദ മിക്സർ ആണ്. X എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്നാമത്തെ ഗ്യാസിന്റെ മോൾ ഫ്രാക്ഷൻ ആണ്. അപ്പൊ മോൾ ഫ്രാക്ഷൻ ഓഫ് ഫസ്റ്റ് കമ്പോണന്റ് ഇൻറ്റു PM ചെയ്ത് കഴിഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഫസ്റ്റ് കിട്ടും. അതുപോലെ മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഇൻറ്റു PM ചെയ്ത് കഴിഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് സെക്കൻഡ് കമ്പോണന്റ് കിട്ടും. അപ്പൊ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ഇനി ഇക്വലന്റ് മോളിക്കുലാർ മാസ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. ഇക്വലന്റ് മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്യാസുകളെ ചേർത്തൊരു മിക്സ്ചർ ഞാൻ എടുക്കുവാണെങ്കിൽ അതൊരു മിക്സ്ചർ ആണ്. അതൊരു മൂന്നാമതൊരു ഗ്യാസ് റിയാക്ഷൻ നടന്ന് മൂന്നാമതൊരു ഗ്യാസ് ഒന്നും ആവുന്നില്ല, അതൊരു മിക്സ്ചർ ആണ്. ഇനി അതൊരു മൂന്നാമതൊരു ഗ്യാസ് ആയാൽ ഒരു മൂന്നാമത്തെ ഒരു പുതിയൊരു ഗ്യാസ് ഉണ്ടാവുകയാണെങ്കിൽ, ഇത് തമ്മിൽ മിക്സ് ചെയ്ത് മൂന്നാമതൊരു ഗ്യാസ് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മോളിക്കുലാർ മാസ്, ആ മൂന്നാമത്തെ ഗ്യാസിന്റെ മോളിക്കുലാർ മാസ്, അതാണ് MM എന്ന് പറയുന്നത്, മോളിക്കുലാർ മാസ് ഓഫ് ദ മിക്സ്ചർ. ഇത് എന്ന് പറയുന്നത് x1 m1 പ്ലസ് x2 m2 ആയിരിക്കും. M എന്ന് പറയുന്നത് ക്യാപിറ്റൽ M എന്ന് പറയുന്നത് മോളിക്കുലാർ മാസ് ഓഫ് ഫസ്റ്റ് കമ്പോണന്റ്, അതുപോലെ മോളിക്കുലാർ മാസ് ഓഫ് സെക്കൻഡ് കമ്പോണന്റ്. അപ്പൊ x1 ഇൻറ്റു m1 പ്ലസ് x2 ഇൻറ്റു m2 ആയിരിക്കും ഇക്വലന്റ് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അതായത് മിക്സ്ചറിന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് x1 m1 പ്ലസ് x2 m2 ആയിരിക്കും. അപ്പൊ ഇത് പഠിച്ചു വെച്ചേക്കുക, ഈക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ഇക്വലന്റ് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഈ ഈക്വേഷൻ വെച്ച് ചെയ്യുക. അതുപോലെ അടുത്തത് ഗിബ്സ് ഡാൾട്ടൺ ലോ. ഇതും ചിലപ്പോൾ തിയറി ആയിട്ട് ചോദിക്കും, അത് പഠിച്ചോളുക. ഗിബ്സ് ഡാൾട്ടൺ ലോ. ഡാൾട്ടൺ ലോ നമ്മൾ നേരത്തെ പറഞ്ഞത് പാർഷ്യൽ പ്രഷറിന്റെ കാര്യം മാത്രമാണ്. പാർഷ്യൽ പ്രഷറിന്റെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ മിക്സറിന്റെ പ്രഷർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ പാർഷ്യൽ പ്രഷറുകളുടെ സമ്മിന് ഈക്വൽ ആയിരിക്കും എന്നാണ് ഡാൾട്ടൺ പറഞ്ഞത്. ഗിബ്സ് പറഞ്ഞത് നമുക്ക് ഇതിനെ പ്രഷറിന് മാത്രമല്ല വേറെ പല പ്രോപ്പർട്ടികൾക്കുമായിട്ട് ബന്ധപ്പെടുത്തി ഇതേ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ പറയാൻ പറ്റുന്നത് ഒന്നാമത്തെ നമ്മൾക്ക് ഇന്റേണൽ എനർജിയുടെ കാര്യം നമുക്ക് പറയാം. ഇന്റേണൽ എനർജി ഓഫ് ദ മിക്സ്ചർ എന്ന് പറയുന്നത് പാർഷ്യൽ ഇന്റേണൽ എനർജികളുടെ തുകയ്ക്ക് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇന്റേണൽ മിക്സ്ചറിന്റെ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് പാർഷ്യൽ ഇന്റേണൽ എനർജി, ഓരോ ഗ്യാസിന്റെയും ഇന്റേണൽ എനർജിയുടെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ UM ഈസ് ഈക്വൽ ടു M1 U1 പ്ലസ് M2 U2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. M1 പ്ലസ് M2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഇന്റേണൽ എനർജിയാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് M1 പ്ലസ് M2 മാസ്, ടോട്ടൽ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ ഇതേപോലെ അങ്ങ് പഠിക്കുക. UM ഈസ് ഈക്വൽ ടു മിക്സ്ചറിന്റെ ഇന്റേണൽ എനർജി UM ഈസ് ഈക്വൽ ടു M1 U1 പ്ലസ് M2 U2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഇതേ രൂപത്തിൽ നമുക്ക് CVM എഴുതാം, അല്ലെങ്കിൽ എൻതാൽപ്പിയുടെ ഇക്വേഷൻ എഴുതാം. എൻതാൽപ്പിയുടെ ഇക്വേഷൻ എഴുതിയാൽ HM ഈസ് ഈക്വൽ ടു M1 H1 പ്ലസ് M2 H2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. അതുപോലെ CPM സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ മിക്സർ, ഒന്നിലധികം ഗ്യാസുകളുടെ മിക്സറിന്റെ സ്പെസിഫിക് ഹീറ്റ് CPM എന്ന് പറയുന്നത് M1 CP1 പ്ലസ് M2 CP2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഇതേ രീതിയിൽ നമുക്ക് CVM എഴുതാം. ഇതേ രീതിയിൽ നമുക്ക് ഗ്യാസ് കോൺസ്റ്റന്റ് RM വാല്യൂ വരെ എഴുതാം. M1 R1 പ്ലസ് M2 R2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. അപ്പൊ ഈ രൂപത്തിൽ എഴുതുന്നത് ഒന്ന് പഠിച്ച് വെച്ചിരിക്കുക. ഈ രൂപത്തിൽ എഴുതുന്നതൊന്ന് പഠിച്ചു വെച്ചേക്കുക. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. CVM ഉണ്ട്, അതുപോലെ RM ഉണ്ട്. ഇനി CPയുടെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചത്. CPയുടെ ഇക്വേഷൻ ഗാമ R ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. അതുപോലെ CVയുടെ ഇക്വേഷൻ R ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. അപ്പൊ ഇത് രണ്ടും പഠിച്ചു വെച്ചേക്കണം. പിന്നെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഒന്ന് ഓർത്തോളുക. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് കണക്ക് ചെയ്യാൻ ആവശ്യമുണ്ട് ഇതിനകത്ത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് W എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളെ ഈ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ് മിക്സ്ചേഴ്സിന്റെ കേസിലൊന്നും നമ്മളെല്ലാം ഫ്രീ എക്സ്പാൻഷനുകളാണ് എടുക്കുന്നത്. അത് അവിടെ വർക്ക് ഇൻവോൾവ് ചെയ്യുന്നില്ല. അപ്പൊ വർക്ക് 0 ആയിട്ട് നമ്മൾ അങ്ങ് എടുത്താൽ മതി. ഇപ്പൊ Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ U എന്നുള്ള രൂപത്തിൽ നമ്മൾ എടുത്താൽ മതി. ഫ്രീ എക്സ്പാൻഷനുകളാണ് എല്ലാം എടുക്കുന്നത്.
അതുപോലെ യുവിന്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. യുവിന്റെ ഇക്വേഷൻ MCVT ആണ്. യു എന്ന് പറയുന്നത് MCVT-യും അതുപോലെ എച്ച് എന്ന് പറയുന്നത് MCPT-യുമാണ്. എച്ച് എന്ന് പറയുന്നത് MCPT. ഓക്കെ, അപ്പൊ അത് പഠിക്കുക. ഇനി എൻട്രോപ്പി ചേഞ്ചിന്റെ ഇക്വേഷൻസ്. എൻട്രോപ്പി ചേഞ്ചിന്റെ ഇക്വേഷൻ ഡെൽറ്റ എസ് അല്ലെങ്കിൽ S2 - S1 = M × CP log T2/T1 - R log P2/P1. അതുപോലെ S2 - S1 = വേറൊരു ഇക്വേഷൻ ഉണ്ട്, M × CV log T2/T1 + R log V2/V1. നമുക്ക് ഏത് വാല്യൂ ആണോ തന്നിരിക്കുന്നത്, ഇപ്പൊ T2 T1 ഉം P2 P1 ഉം ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഈ ഇക്വേഷൻ എടുക്കുക. T2 T1 ഉം V2 V1 ഉം ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഈ ഇക്വേഷൻ എടുക്കുക. അപ്പം ഇത് പഠിച്ചു വെച്ചേക്കുക. എൻട്രോപ്പി ചേഞ്ചിന്റെ ഇക്വേഷൻസ് ആണ്. അപ്പൊ ഇത് നോക്കിക്കോളാം. അപ്പൊ ഇത്ര ഇക്വേഷൻസ് നല്ല വൃത്തിയായിട്ട് പഠിക്കുക, എന്നാലേ നമുക്ക് ഇതിനകത്ത് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം ഇതിന്റെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം, പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ് മിക്സ്ചേഴ്സിന്റെ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. 2 vessels A and B, both containing nitrogen, are connected by a valve which is opened to allow the contents to mix and achieve an equilibrium temperature of 27 degrees Celsius. Before mixing, the following information is known about the gases in the two vessels. Vessel A, pressure 1.5 megapascal, temperature 50 degrees Celsius, contents 0.5 kilogram mole. Vessel B, pressure 0.6 megapascal, temperature 20 degrees Celsius, contents 2.5 kilogram. Calculate the final equilibrium pressure and the amount of heat transferred to the surroundings. If the vessel had been perfectly insulated, calculate the final temperature and pressure which would have been reached. Take gamma = 1.4. അപ്പൊ ഇതാണ് ചോദ്യം. അപ്പൊ പറയുന്നത് നമുക്ക് രണ്ട് വെസൽ ഉണ്ട്, വെസൽ എയും വെസൽ ബിയും ഉണ്ട്. അത് മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഒരു വാൽവ് വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഫിഗർ. അപ്പോൾ മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള വെസൽ എയിലെയും വെസൽ ബിയിലെയും പ്രോപ്പർട്ടീസ് ആണ് ഈ തന്നിരിക്കുന്നത്. വെസൽ എയിലെ പ്രഷർ, ടെമ്പറേച്ചർ, അതുപോലെ കണ്ടന്റ് തന്നിട്ടുണ്ട്. വെസൽ ബിയിലെയും പ്രഷറും ടെമ്പറേച്ചറും കണ്ടന്റും തന്നിട്ടുണ്ട്. ഇനി പറയുന്നത് അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാൽവ് നമ്മൾ തുറക്കുമ്പോൾ രണ്ടിലും നൈട്രജൻ ആണ്, എയിലും ബിയിലും നൈട്രജൻ ആണ്. അപ്പൊ മിക്സ് ചെയ്തതിന് ശേഷവും നൈട്രജൻ തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ വാൽവ് തുറന്നു കഴിഞ്ഞാൽ ഈ എയിലെയും ബിയിലെയും കൂടെ കണ്ടൻസ്, അതായത് നൈട്രജൻ ഗ്യാസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ മിക്സ് ആയി അതൊരു ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ഇക്വിലിബ്രിയം ടെമ്പറേച്ചറിൽ എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫൈനൽ ഇക്വിലിബ്രിയം പ്രഷർ കണ്ടുപിടിക്കാനും അതുപോലെ എത്രത്തോളം ഹീറ്റ് ട്രാൻസ്ഫർ നടന്നു എന്നുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ കേസിൽ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ വെസൽ ഹാഡ് ബീൻ പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ വെസലുകൾ നമ്മൾ കംപ്ലീറ്റ്ലി ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇൻസുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ സറൗണ്ടിങ്ങിലേക്ക് വരത്തില്ല, അപ്പൊ Q0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഉള്ള ഫൈനൽ ടെമ്പറേച്ചറും പ്രഷറും കണ്ടുപിടിക്കാനാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ രണ്ട് കേസ് ആയിട്ട് ഇത് നമുക്ക് ചെയ്യാം. നമുക്ക് നോക്കാം. പ്രോബ്ലം 10.1. നമുക്ക് വെസൽ എയിലെ വെസൽ ബിയിലെ കണ്ടൻസ് ആദ്യം എഴുതാം. വെസൽ എ, അതുപോലെ വെസൽ ബി. കണ്ടൻസ് പറയുന്നത് വെസൽ എയിലെ പ്രഷർ എന്ന് പറയുന്നത് 1.5 megapascal, ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ അതിനെ നമ്മൾ കെൽവിൻ ആക്കണം. പിന്നെ കണ്ടൻസ് എന്ന് പറയുന്നത്
കണ്ടൻസ് എന്ന് പറയുന്നത് 0.5 കിലോഗ്രാം മോളാണ്. അപ്പൊ കിലോഗ്രാം മോൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തോണം അത് നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പൊ n 0.5 ആണ്. ഇതുപോലെ വെസൽ ബിയിൽ തന്നിരിക്കുന്നത് പ്രഷർ 0.6 മെഗാ പാസ്കൽ. ഇപ്പൊ മെഗാ പാസ്കലിനെ നമ്മൾ ഇൻറ്റു 10⁶ ചെയ്ത് പാസ്കൽ ആക്കണം. അത് ഇവിടെയും ഇങ്ങനെ ആക്കണം. SI യൂണിറ്റ് കൺവേർട്ട് ചെയ്തേക്കണം. പാസ്കൽ, ടെമ്പറേച്ചർ 20 പ്ലസ് 273. പിന്നെ കണ്ടൻസ് എന്ന് പറയുന്നത് 2.5 കിലോഗ്രാം എന്നാണ്. യൂണിറ്റ് ശ്രദ്ധിച്ചോണം, 2.5 കിലോഗ്രാം എന്നാണ്. അപ്പൊ അത് മാസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എം എന്ന് ഇത് കൊടുക്കാം. എം 2.5 കിലോഗ്രാം. ഇനി ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഗ്യാസ് ഇവിടെ നൈട്രജൻ ആണ്. ഗ്യാസ് എന്ന് പറയുന്നത് ഇവിടുത്തെ നൈട്രജൻ ആണ്. നൈട്രജന്റെ മോളിക്കുലാർ മാസ് പഠിച്ചു വെച്ചിരിക്കണം. 28 ആണ് നൈട്രജന്റെ മോളിക്കുലാർ മാസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വെസൽ എയിലെ മാസും കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. വെസൽ എയിലെ മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഈസ് ഇക്വൽ ടു മാസ് ബൈ മോളിക്കുലാർ മാസ് ആണ്. മാസ് ഈസ് ഇക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലാർ മാസ് എന്ന് വരും. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്ത് മാസ് കണ്ടുപിടിക്കാം. അപ്പൊ ഇതെല്ലാം എയിലെ ആയതുകൊണ്ട് നമുക്ക് PA, അതുപോലെ TA, അതുപോലെ MA എന്നൊക്കെ നമുക്ക് പേര് കൊടുക്കാം. അപ്പൊ ഇത് PB, ഇത് TB, ഇത് MB, ഇങ്ങനെയും പേര് കൊടുക്കാം. അപ്പം ഇവിടം വരെ നമുക്ക് കിട്ടി. ഇനി ഇവിടെ തന്നെ നിങ്ങൾ വോളിയം കൂടെ കണ്ടുപിടിച്ച് വെക്കുക. വോളിയം കണ്ടുപിടിക്കാൻ VA കണ്ടുപിടിക്കാൻ നമുക്ക് PA/VA ഈസ് ഇക്വൽ ടു MA/RTA എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നമുക്ക് R വേണം. Rന് വേണ്ടിയിട്ട് നമ്മൾ നൈട്രജന്റെ R കണ്ടുപിടിക്കാൻ R ഈസ് ഇക്വൽ ടു നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, R ബാർ ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ R കാൽക്കുലേറ്റ് ചെയ്യുക, ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് VA-യുടെ വാല്യൂ കിട്ടും. സിമിലർലി ഈ ഇക്വേഷനിൽ നിന്ന് ഇപ്പുറത്തെ വെസൽ ബിയുടെയും കൂടെ വോളിയം കണ്ടുപിടിക്കുക. അതിന് PB/VB ഈസ് ഇക്വൽ ടു MB/RTB. അപ്പൊ ഇത് വേറെ ഗ്യാസ് അല്ല, നൈട്രജൻ തന്നെയാണ്. അതുകൊണ്ട് ആറിന്റെ വാല്യൂ സെയിം ആണ്. ഇപ്പൊ ഇൻ കേസ് ഇവിടെ വേറൊരു ഗ്യാസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ, വെസൽ ബിയിൽ മറ്റൊരു ഗ്യാസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ R എന്നുള്ളത് RB എന്ന് വന്നതിനെ അത് കണ്ടുപിടിച്ചിട്ട് ഇത് ചെയ്യേണ്ടി വന്നതിന്. അപ്പൊ ഇവിടെ അങ്ങനെ ആവശ്യമില്ല. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ VBയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് PB അറിയാം, MB അറിയാം, TBയും R എല്ലാം അറിയാം. അപ്പൊ ഇതിൽ നിന്ന് VBയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഇത്രയായി. ഇനി മിക്സ്ചറിന്റെ കാര്യം കണ്ടുപിടിക്കുക. ഇത്രയും കാര്യങ്ങൾ കിട്ടിയെങ്കിൽ ഇനി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം എന്നുള്ള അർത്ഥത്തിൽ മിക്സ്ചറിന്റെ കാര്യങ്ങളിൽ ഒരു കാര്യം നമുക്ക് തന്നിട്ടുണ്ട്, TM തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചർ തന്നിട്ടുണ്ട്. അത് പറയുന്നത് ഇക്വിലിബ്രിയം ടെമ്പറേച്ചറിൽ എത്തുന്നു, അത് 27 ഡിഗ്രി സെൽഷ്യസ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ 27 പ്ലസ് 273 TM കണ്ടുപിടിക്കുക. ഇനി MM നമുക്ക് കണ്ടുപിടിക്കാം, മാസ് ഓഫ് ദ മിക്സർ. അത് നമുക്കറിയാം, രണ്ടും കൂടെ ചേരുന്നതായിരിക്കും. MA പ്ലസ് MB ആയിരിക്കും MM. അതുപോലെ VM കണ്ടുപിടിക്കാം. VM എന്ന് പറയുന്ന ടോട്ടൽ വോളിയം ഓഫ് ദ മിക്സർ എന്ന് പറയുന്നത് രണ്ട് വെസലിനെയും കൂടെ ചേരുന്നതാണ്. അപ്പൊ VA പ്ലസ് VB ആയിരിക്കും. കാരണം രണ്ട് വെസലും സോളിഡ് ആയിട്ടുള്ള രണ്ട് വെസലാണ്, അത് തമ്മിൽ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയം രണ്ട് വെസലിനെയും കൂടെ ടോട്ടൽ വോളിയം ആയിരിക്കും. അതാണ് മിക്സറിന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ VM കിട്ടി, MM കിട്ടി, TM കിട്ടി. ഇനി ഇവിടെ രണ്ട് ഗ്യാസ് ആയിരുന്നു, ഞാൻ അങ്ങ് പറയുവാണ്. ഇൻ കേസ് ഈ വെസൽ എയിലെയും വെസൽ ബിയിലും രണ്ട് ഗ്യാസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആറിന്റെ വാല്യൂയിൽ വ്യത്യാസം വന്നേനെ, RM കൂടെ കണ്ടുപിടിക്കേണ്ടി വന്നേനെ. മിക്സറിന്റെ RM കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, M1R1 പ്ലസ് M2R2 ഡിവൈഡ് ബൈ M1 പ്ലസ് M2. അത് വെച്ചിട്ട് കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ അതിന്റെ കാര്യമില്ല, കാരണം രണ്ടും നൈട്രജൻ തന്നെയാണ്. മിക്സ് ചെയ്താലും അവസാനം മിക്സറിനും നൈട്രജൻ തന്നെ ആയിരിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആറിന്റെ വാല്യൂയിലും വ്യത്യാസം വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രഷർ കണ്ടുപിടിക്കാൻ പറ്റും. പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഗെയിൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. മിക്സ്ചറിന്റെ കേസിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുക. PM/VM ഈസ് ഇക്വൽ ടു MM/RTM. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ മിക്സ്ചറിന്റെ കേസിൽ അപ്ലൈ ചെയ്യുക. ഇതിൽ VM അറിയാം, MM അറിയാം, R അറിയാം, TM അറിയാം.
ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചോദ്യത്തിനുള്ള ഉത്തരമായി PM കണ്ടുപിടിക്കുക. അപ്പോൾ അതാണ് ഒന്നാമത്തെ ചോദ്യം. മിക്സ്ചറിന്റെ പ്രഷർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുമ്പോൾ പ്രഷർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. പിന്നെ ആൻഡ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡും കൂടെ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇനി ഇവിടെ ഗാമ എന്നുണ്ട്. ഗിവൺ ഡേറ്റയിൽ ഗാമ 1.4 എന്ന് എടുക്കാൻ പറയുന്നുണ്ട്. ഞാൻ എഴുതാൻ വിട്ടുപോയി, അങ്ങോട്ട് എഴുതാം. അപ്പൊ ഇനി ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് Q ഈസ് ഇക്വൽ ടു ഡെൽറ്റ യു ആണ്. W 0 ആയി പോകുന്ന തിയറി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ Q ഈസ് ഇക്വൽ ടു ഡെൽറ്റ യു. ഇനി ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യു ഫൈനൽ മൈനസ് യു ഇനിഷ്യൽ എന്നാണ്. ഡെൽറ്റ യു എന്ന് പറയുന്നത് യു ഫൈനൽ മൈനസ് യു ഇനിഷ്യൽ. ഇവിടെ ഫൈനൽ ഇനിഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിക്സ് ചെയ്തതിന് ശേഷവും മിക്സ് ചെയ്യുന്നതിന് മുന്നേയും. അതാണ് ഫൈനലും ഇനിഷ്യൽ എന്ന് പറയുന്നത്. ഫൈനൽ എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്തതിന് ശേഷം, ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്യുന്നതിന് മുന്നേ. അപ്പൊ ഇനി നോക്കുക, ഈസിക്കൽ ടു യു ഫൈനൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കറിയാം യുവിന്റെ ഇക്വേഷൻ നമുക്കറിയാം യു ഈസിക്കൽ ടു MCVT എന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫണ്ടമെന്റൽ ഇക്വേഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മിക്സ് ചെയ്തതിന് ശേഷം ഉള്ള യു, മിക്സ് ചെയ്തതിന് ശേഷമുള്ള M എന്ന് പറയുന്നത് MM ആണ്. അതിന്റെ CV എന്ന് പറയുന്നത് CV നൈട്രജന്റെ CV ആണ്. അതുപോലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് TM ആണ്. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷമുള്ള ഇക്വേഷൻ MMCVTM. അപ്പൊ ഇവിടെ CVയും കൂടെ നമ്മൾ കണ്ടുപിടിക്കുക. അത് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. CV ഈസ് ഇക്വൽ ടു R ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. ഇത് തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞതാ. CV കണ്ടുപിടിക്കുക, R ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. അപ്പോൾ MMCVTM മൈനസ്, ഇപ്പൊ ഇത് മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഉള്ളത്, അല്ല സോറി, മിക്സ് ചെയ്തതിന് ശേഷം ഉള്ളത്. ഇനി യു ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്യുന്നതിന് മുന്നേ. മിക്സ് ചെയ്യുന്നതിന് മുന്നേ നമുക്കറിയാം അത് രണ്ട് വെസലിലായിട്ടിരിക്കുകയായിരുന്നു. വെസൽ എയിലും വെസൽ ബിയിലുമായിട്ടിരിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ ഓരോ വെസലിന്റെയും ഇന്റേണൽ എനർജി കണ്ടുപിടിച്ച് അത് ആഡ് ചെയ്യണം. അപ്പൊ അതിന്റെ സം ആണ് എടുക്കേണ്ടത്. അപ്പം ഇസിക്കൽ ടു മൈനസ് ഇനിഷ്യൽ എന്ന് പറയുമ്പോൾ MACVTA ഒന്നാമത്തത് പ്ലസ് രണ്ടാമത്തത് വെസൽ ബിയിലുള്ളത് MBCVTB. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഇതിലെ എല്ലാ വാല്യൂസും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റിന്റെ ഇക്വേഷൻ കിട്ടും. ഇപ്പൊ ഇതാണ് അതിലെ തന്നെ ആദ്യത്തെ കേസിലെ തന്നെ ചോദ്യം. ഇനി അടുത്ത ചോദ്യം, ഇതിനകത്ത് അടുത്ത ചോദ്യം അവരൊരു കേസ് 2 ആയിട്ട് നമുക്ക് കൊടുക്കാം. കേസ് 2 എന്ന് പറയുന്നത് ഇഫ് ദ വെസൽ ഹാഡ് ബീൻ പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് എന്നാണ് പറയുന്നത്. അപ്പൊ വെസൽ ഇൻസുലേറ്റഡ് എന്ന് നമുക്ക് ഹെഡിങ് കൊടുക്കാം. വെസൽ ഇൻസുലേറ്റഡ്. വെസൽ കംപ്ലീറ്റ്ലി ഇൻസുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ 0 ആയിരിക്കും. ഹീറ്റ് പുറത്തേക്കോ അകത്തേക്കോ പോകത്തില്ല. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ വാല്യൂ 0 ആയിരിക്കും. Q 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതേ ഇക്വേഷൻ, ഈ Q ഈസിക്കൽ ടു ഡെൽറ്റ യു എന്നുള്ള ഇക്വേഷൻ നമുക്ക് എടുക്കാം. അവിടെ Qന്റെ വാല്യൂ 0 ആയി പോകും. അങ്ങനെ വരുമ്പോൾ ഡെൽറ്റ യു ഈസിക്കൽ ടു 0 എന്ന് കിട്ടും. ഡെൽറ്റ യു 0 എന്ന് കിട്ടിയാൽ യു ഫൈനൽ മൈനസ് യു ഇനിഷ്യൽ ഈസിക്കൽ ടു 0 എന്ന് കിട്ടും. ഇതിന്റെ അർത്ഥം യു ഫൈനൽ ഈസിക്കൽ ടു യു ഇനിഷ്യൽ എന്നായി മാറും. ഇനി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ ഇതേ എഴുതിയ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പക്ഷേ അതിലെ വാല്യൂസിൽ ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് എഴുതി നോക്കാം. യു ഫൈനൽ എന്ന് പറയുന്നത് MMCVTM. പക്ഷെ ഇവിടെ TM എന്ന് പറയുന്നത് പുതിയ TM ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച TM അല്ല. ഇവിടെ ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള കേസ് ആയതുകൊണ്ട് നമുക്ക് പുതിയൊരു TM ഡാഷ് എന്ന് പേര് കൊടുക്കുക. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ TM ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് TM ഡാഷ് എന്ന് പേര് കൊടുക്കുക. മറ്റേ വാല്യൂ, നമ്മുടെ ഇനിഷ്യൽ വാല്യൂ, ഇനിഷ്യൽ നമുക്കറിയാം രണ്ട് വെസലായിട്ടിരിക്കുകയാണ്. MACVTA പ്ലസ് MBCVTB. അത് നേരത്തെ അതേ വാല്യൂ തന്നെയാണ്. അതിന്റെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ TM ഡാഷ് എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കുക.
നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ഫൈനൽ ടെമ്പറേച്ചറും കണ്ടുപിടിക്കണം, അതുപോലെ പ്രഷറും കണ്ടുപിടിക്കണം എന്ന് പറയുന്നു. ഇപ്പൊ ടി എം ഡാഷ് കിട്ടി, ഫൈനൽ ടെമ്പറേച്ചർ കിട്ടി, ഇതൊരു ഉത്തരമാണ്. ഇനി പ്രഷർ കണ്ടുപിടിക്കാൻ നമ്മൾ അഗെയിൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ കൊടുക്കുക. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് പി എം ഡാഷ്, പുതിയ പി എം ആയതുകൊണ്ട് അതിന് പി എം ഡാഷ് വി എം വോളിയം കൊസൈൻ തന്നെയാണ്, വോളിയത്തിനൊന്നും മാറ്റമില്ല. പി എം ഡാഷ് വി എം ഈസ് ഇക്വൽ ടു എം എം ആർ ടി എം ഡാഷ്. ഈ ടി എം ഡാഷിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആർ സെയിം ആണ്, എം എം ആണ്, വി എം അറിയാം. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് പി എം ഡാഷിന്റെ വാല്യൂ കിട്ടും. അപ്പൊ ഇതാണ് ഉത്തരം. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ് മിക്സ്ചേഴ്സിലെ സെക്കൻഡ് ചോദ്യം. എ മിക്സ്ചർ ഓഫ് ഐഡിയൽ ഗ്യാസസ് കൺസിസ്റ്റിംഗ് ഓഫ് 3 kilogram nitrogen and 5 kilogram carbon dioxide at a pressure of 300 kilopascal and temperature 20 degrees Celsius. അതിന്റെ മിക്സ്ചറിന്റെ കാര്യമാണ് പറയുന്നത്. ഒരു നൈട്രജൻ ഉണ്ട്, 3 കിലോഗ്രാം നൈട്രജനും 5 കിലോഗ്രാം കാർബൺ ഡയോക്സൈഡും ചേർത്ത ഒരു മിക്സ്ചർ. ആ മിക്സ്ചറിന്റെ പ്രഷർ 300 കിലോ പാസ്കലും അതുപോലെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസും ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ഈച്ച് കോൺസ്റ്റിറ്റ്യൂവന്റ്, B, the equivalent molecular weight of the mixture, the equivalent gas constant of the mixture, the partial pressures and partial volumes of the mixture, partial volumes of the mixture അല്ല, partial volumes, പിന്നെ the volume and density of the mixture and CP and CV of the mixture. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കുക. ഇനി if the mixture is heated at constant volume to 40 degrees Celsius, find the change in internal energy, enthalpy and entropy of the mixture. Also, find the change in internal energy, enthalpy and entropy of the mixture if the heating is done at a constant pressure. Take gamma is equal to gamma for CO2, gamma for CO2 and N2 to be 1.286 and 1.4 respectively. അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഭാഗം ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് 40 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുവാണെങ്കിൽ ഇത് കോൺസ്റ്റന്റ് വോളിയത്തിലും ചൂടാക്കുന്നുണ്ട്, അതുപോലെ കോൺസ്റ്റന്റ് പ്രഷറിലും ചൂടാക്കുന്നുണ്ട്. അങ്ങനെ ചൂടാക്കുമ്പോൾ ഉള്ള ഇന്റർണൽ ചേഞ്ച്, എൻതാൽപി ചേഞ്ച്, അതുപോലെ എൻട്രോപ്പി ചേഞ്ച് കണ്ടുപിടിക്കുക. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഗിവൺ ഡേറ്റ എഴുതാം. ഒരുപാട് ഗിവൺ ഡേറ്റാസ് ഉണ്ട്. ചോദ്യം 10.8. ഇപ്പൊ ഇവിടെ രണ്ട് ഗ്യാസുകളാണ്, CO2-ഉം അതുപോലെ N2-ഉം. CO2-വിന്റെ അളവ് അപ്പം MCO2 എന്ന് എഴുതാം. അപ്പൊ ഇനി വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഓരോ തവണയും നമുക്കിപ്പോ MCO2, MN2 എന്നൊക്കെ പറഞ്ഞ ഓരോത്തിനും അതുപോലെ എഴുതണം, സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതണം. അതിന് പകരം നമ്മൾ ചെയ്യുന്നത് CO2-ന് 1 എന്നും N2-ന് 2 എന്നും കൊടുക്കുക. അതാകുമ്പോൾ അതായിരിക്കും എളുപ്പമുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാം M1 CO2-വിന്റെ മാസ് എന്ന് പറയുന്നത് 3 കിലോഗ്രാമും അതുപോലെ നൈട്രജന്റെ മാസ് M2 എന്ന് പറയുന്നത് 5 കിലോഗ്രാമും ആണ്. അതുപോലെ അതിന്റെ തന്നെ മോളിക്കുലാർ മാസും കൂടെ നമ്മൾ ഒന്ന് എഴുതിയേക്കുക. മോളിക്കുലാർ മാസ് അറിയാം, അത് പഠിച്ചു വെച്ചേക്കണം. മോളിക്കുലാർ മാസ് ഓഫ് CO2 എന്ന് പറയുന്നത് 44-ഉം മോളിക്കുലാർ മാസ് ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് 28-ഉമാണ്. അതുപോലെ ഗാമ തന്നിട്ടുണ്ട്, CO2-വിന്റെ ഗാമ. അപ്പൊ ഗാമ 1 എന്ന് പറയുന്നത് 1.286. അതുപോലെ ഗാമ 2 എന്ന് പറയുന്നത് ഗാമ 2 നൈട്രജന്റെ ഗാമ എന്ന് പറയുന്നത് 1.4 ആയിട്ട് എടുക്കാനാണ് അവർ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. പിന്നെ R വാല്യൂ കൂടെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക, നമുക്ക് ആവശ്യം വരും. R1 CO2-വിന്റെ R1 അത് R ബാർ ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് എന്നാണ്. ഈ R ബാറിന്റെ വാല്യൂ നമുക്ക് പഠിച്ചു വെച്ചേക്കണം. R ബാർ എന്ന് പറയുന്നത് 8.314 ഇൻറ്റു 10⁻³ എന്നാണ്. അപ്പൊ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ R1 കിട്ടും. അതുപോലെ നമ്മൾ R2 കൂടെ കണ്ടുപിടിക്കുക. R2-ന്റെ ഇക്വേഷൻ R ബാർ ഡിവൈഡഡ് ബൈ M2 മോളിക്കുലാർ മാസ് ഓഫ് നൈട്രജൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. പിന്നെ അതുപോലെ CP1 കണ്ടുപിടിക്കുക. CP1-ന്റെ ഇക്വേഷൻ ഗാമ R ഡിവൈഡഡ് ബൈ ഗാമ -1 എന്ന CP-യുടെ ഇക്വേഷൻ. ഇപ്പൊ ഗാമ 1 R1
ഗാമ 1. ആ വാല്യൂ അതേ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ CP1 കിട്ടും. അതുപോലെ CV1 കണ്ടുപിടിക്കുക. CV1ന്റെ ഇക്വേഷൻ R ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. അപ്പൊ R1 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1 ആ വാല്യൂ ഇട്ട് കൊടുക്കുക. സിമിലർലി CP2 കണ്ടുപിടിക്കുക. CP2ന്റെ ഇക്വേഷൻ R2 ഗാമ 2 R2 ഡിവൈഡഡ് ബൈ ഗാമ 2 മൈനസ് 1. അതുപോലെ CV2 R2 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1 ഗാമ 2 മൈനസ് 1. അപ്പൊ ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഗിവൺ ഡേറ്റയിൽ തന്നെ കണ്ടുപിടിച്ച് വെച്ചേക്കുക. കാരണം നമുക്ക് ഇതിന്റെ എല്ലാം ആവശ്യം വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കുക. ഇനി അവർ പറയുന്നത് ഈ 2 ഗ്യാസും കൂടെ ചേർന്ന മിക്സ്ചർ എടുത്തു കഴിഞ്ഞാൽ ആ മിക്സ്ചറിന്റെ പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട് 300 കിലോ പാസ്കലാണ്. അപ്പൊ മിക്സ്ചറിന്റെ പ്രഷർ നമുക്ക് PM എന്ന് കൊടുക്കാം. അത് 300 × 10⁻³ പാസ്കൽ SI യൂണിറ്റ്. അതുപോലെ അതിന്റെ ടെമ്പറേച്ചർ നമുക്ക് TM എന്ന് കൊടുക്കാം. TM 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ 20 + 273 ഇത്രയാണ് തന്നിരിക്കുന്ന വാല്യൂസ്. ഇത്രയാണ് നമ്മുടെ ഗിവൺ ഡാറ്റ. അപ്പൊ ഇത് കണ്ടുപിടിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം മോൾ ഫ്രാക്ഷൻ ഓഫ് ഈച്ച് കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് ഗിവൺ ഡാറ്റയിൽ വേണമെങ്കിൽ നമുക്ക് അതും കൂടെ കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഫസ്റ്റ് കമ്പോണന്റ് N1 നമുക്കറിയാം. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ബൈ മോളിക്കുലാർ മാസ് എന്ന ഇക്വേഷൻ ഉണ്ട്. അപ്പം N1 ആവുമ്പോൾ M1 ഡിവൈഡഡ് ബൈ M1. അതുപോലെ N2 ആവുമ്പോൾ M2 ഡിവൈഡഡ് ബൈ M2. അപ്പൊ അതും കൂടെ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ചെയ്യാം. ഒന്നാമത്തതിന്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ മോൾ ഫ്രാക്ഷൻ X1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ N1 ഡിവൈഡഡ് ബൈ N1 + N2 ഇക്വേഷൻ പഠിച്ചതാണ്. അതുപോലെ X2 ഈസ് ഈക്വൽ ടു N2 ഡിവൈഡഡ് ബൈ N1 + N2. ഇപ്പൊ മോൾ ഫ്രാക്ഷൻ ഓഫ് ഫസ്റ്റ് അതുപോലെ മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡും കിട്ടി. അടുത്ത ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം B ചോദിച്ചിരിക്കുന്നത് ഇക്വലന്റ് മോളിക്കുലാർ വെയിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വലന്റ് മോളിക്കുലാർ വെയിറ്റ് MM അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. X1 M1 + X2 M2. അപ്പൊ ഇതാണ് ഇക്വേഷൻ. അത് വെച്ചിട്ട് നമുക്കത് ചെയ്യാം. ഇതിന്റെ വാല്യൂസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യം ഇക്വലന്റ് ഗ്യാസ് കോൺസ്റ്റന്റ് ഓഫ് ദ മിക്സ്ചർ. ഇക്വലന്റ് ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ മിക്സ്ചറിന്റെ ഗ്യാസ് കോൺസ്റ്റന്റ് R1. അതിന്റെ ഇക്വേഷൻ M1 R1 + M2 R2 ഡിവൈഡഡ് ബൈ M1 + M2. ഇത് ഗിബ്സ് ഡാൾട്ടൺ ലോ ആണ്. ഇക്വേഷൻ പറഞ്ഞു തന്നതാണ്. അപ്പൊ ഈ ഇക്വേഷൻ വെച്ച് RM കണ്ടുപിടിക്കുക. അതുപോലെ D പാർഷ്യൽ പ്രഷർ ആൻഡ് പാർഷ്യൽ വോളിയം. D പാർഷ്യൽ പ്രഷറിന്റെ ഇക്വേഷൻ നമുക്കറിയാം. X1 ഉം PM ഉം അറിയാമെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഫസ്റ്റ് കമ്പോണന്റ് P1 ഈസ് ഈക്വൽ ടു X1 × PM. അതുപോലെ പാർഷ്യൽ പ്രഷർ ഓഫ് സെക്കൻഡ് കമ്പോണന്റ് P2 ഈസ് ഈക്വൽ ടു X2 × PM. ഈ ഇക്വേഷൻ നമുക്കറിയാം. അപ്പൊ ഇത് വെച്ചിട്ട് ഡയറക്റ്റ് നമുക്ക് പാർഷ്യൽ പ്രഷേഴ്സ് കിട്ടും. ഇനി പാർഷ്യൽ വോളിയം കണ്ടുപിടിക്കണം. പാർഷ്യൽ വോളിയം കണ്ടുപിടിക്കുന്നതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ PM V1 ഈസ് ഈക്വൽ ടു M1 RTM. ഇതാണ് ഇക്വേഷൻ. പാർഷ്യൽ വോളിയം കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളുക. പാർഷ്യൽ വോളിയം കണ്ടുപിടിക്കാൻ നേരത്ത് പ്രഷറും ടെമ്പറേച്ചറും ഇടട്ട് അത് മിക്സ്ചറിന്റെ വാല്യൂ വേണം ഇട്ട് കൊടുക്കാൻ. പ്രഷറും ടെമ്പറേച്ചറും മിക്സ്ചറിന്റെ വാല്യൂ വേണം ഇടാൻ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് ഇതിനകത്തെല്ലാം അറിയാം. അപ്പൊ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് നിങ്ങൾ V1 കണ്ടുപിടിക്കുക. സിമിലർലി V2 കണ്ടുപിടിക്കാം. സിമിലർലി V2 PM V2 ഈസ് ഈക്വൽ ടു M2 RTM. അപ്പോൾ അവിടെ ചെയ്യാൻ നേരത്ത് മിക്സ്ചറിന്റെ പ്രഷറും ടെമ്പറേച്ചറും വേണം ഇട്ട് കൊടുക്കാൻ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് V2ന്റെ വാല്യൂ കിട്ടും. അപ്പോൾ പാർഷ്യൽ പ്രഷേഴ്സുമായി പാർഷ്യൽ വോളിയങ്ങളുമായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ വോളിയം കണ്ടുപിടിക്കാം. ടോട്ടൽ വോളിയം ഈസ് ഈക്വൽ ടു അടുത്തത് D E ആണ്. ടോട്ടൽ വോളിയം VM ഈസ് ഈക്വൽ ടു പാർഷ്യൽ വോളിയങ്ങൾ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വോളിയം കിട്ടും. V1 ഉം V2 ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പൊ ടോട്ടൽ വോളിയം കിട്ടും.
അതുപോലെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ഡെൻസിറ്റി ഓഫ് ദ മിക്സ്ചർ നമുക്ക് അത് എളുപ്പത്തിൽ ചെയ്യാം. ഡെൻസിറ്റി നമുക്കറിയാം മാസ് ബൈ വോളിയം ആണ്. അപ്പൊ മാസ് ബൈ വോളിയം, ഇപ്പൊ മിക്സ്ചറിന്റെ ആയതുകൊണ്ട് മിക്സ്ചറിന്റെ മാസ് ഡിവൈഡഡ് ബൈ മിക്സ്ചറിന്റെ വോളിയം. അപ്പൊ നമുക്ക് ഡെൻസിറ്റി ഓഫ് ദ മിക്സ്ചറും കിട്ടി. ഇനി എഫ് ചോദിച്ചിരിക്കുന്നത് CP/CV ഓഫ് ദ മിക്സ്ചർ ആണ്. അപ്പൊ അതിന് ഗിബ്സ് ഡാൾട്ടൺ ലോ ഉപയോഗിക്കുക. CPM is equal to M1 CP1 plus M2 CP2 divided by M1 plus M2. ഉത്തരം കണ്ടുപിടിക്കുക, അത് ഉത്തരമാണ്. അതുപോലെ CVM സെയിം ഇക്വേഷൻ, M1 CV1 plus M2 CV2 divided by M1 plus M2. അപ്പോൾ CPM-ഉം അതുപോലെ CVM-ഉം മിക്സ്ചറിന്റെ CPയും CVയും നമുക്ക് കിട്ടി. അതിന്റെ വാല്യൂ ആയി. അപ്പൊ ആദ്യത്തെ സെറ്റ് പ്രോബ്ലംസിന്റെ കാര്യങ്ങളിലായി. ഇനി രണ്ടാമത് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഈ മിക്സ്ചറിനെ 20 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂടാക്കിയാലുള്ള ഇന്റേണൽ എനർജി ചേഞ്ച്, എൻതാൽപി ചേഞ്ച്, എൻട്രോപ്പി ചേഞ്ച്. അത് കോൺസ്റ്റന്റ് വോളിയത്തിലുള്ളതും വേണം, കോൺസ്റ്റന്റ് പ്രഷറിലുള്ളതും വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, കോൺസ്റ്റന്റ് വോളിയം ആയാലും കോൺസ്റ്റന്റ് പ്രഷർ ആയാലും ഇന്റേണൽ എനർജിയുടെ ചേഞ്ചും എൻതാൽപിയുടെ ചേഞ്ചും സെയിം തന്നെയാണ്. എൻട്രോപ്പി ചേഞ്ചിൽ മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ എന്നുള്ളത് ഓർക്കുക. അപ്പൊ ഇന്റേണൽ എനർജി ചേഞ്ചിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഡെൽറ്റ യു ഇസ് ഇക്വൽ ടു MCV ഡെൽറ്റ ടി എന്നാണ് ഇന്റേണൽ എനർജി ചേഞ്ചിന്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ മിക്സ്ചറിന്റെ ഇന്റേണൽ എനർജി ചേഞ്ച് ആവുമ്പോൾ CVM ഡെൽറ്റ ടി എന്ന് കൊടുക്കണം. MM-ന്റെയും CVM-ന്റെയും വാല്യൂ നമുക്കറിയാം. ഈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് അവർ പറയുന്ന 20 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് എന്നാണ്. അപ്പോൾ ഡെൽറ്റ ടിയുടെ വാല്യൂ ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ MM/CVM ഡെൽറ്റ ടി എന്ന് പറയുന്നത് 40 - 20 ഇതാണ് വാല്യൂ. അപ്പൊ MM-ന്റെയും CVയുടെയും വാല്യൂ ഇട്ട് കൊടുക്കുക, വാല്യൂ നമുക്ക് കിട്ടും. അതുപോലെ ഡെൽറ്റ എച്ച് എൻതാൽപി ചേഞ്ച്, ഡെൽറ്റ എച്ചിന്റെ ഇക്വേഷൻ MM ഇവിടെ CP ആണ് വേണ്ടത്, CPM ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ അഗെയിൻ 40 - 20 ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം ഇന്റേണൽ എനർജി ചേഞ്ചും കിട്ടി, എൻതാൽപി ചേഞ്ചും കിട്ടി. ഇത് കോൺസ്റ്റന്റ് വോളിയത്തിൽ ചെയ്താലും കോൺസ്റ്റന്റ് പ്രഷറിൽ ചെയ്താലും സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ തമ്മിൽ വ്യത്യാസം വരുന്നില്ല. ഇനി അടുത്തത് വേണ്ടത് നമ്മുടെ ചോദിച്ചിരിക്കുന്ന എൻട്രോപ്പി ചേഞ്ച് ആണ്, ഡെൽറ്റ എസ് ആണ്. അപ്പൊ ഡെൽറ്റ എസിൽ വ്യത്യാസം വരും. കോൺസ്റ്റന്റ് പ്രഷറിലാണ് ചെയ്യുന്നതെങ്കിൽ ഡെൽറ്റ എസിന്റെ ഇക്വേഷൻ CPM CP log T2/T1 എന്നാണ് ഇക്വേഷൻ. കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ, അപ്പം നമുക്ക് ഹെഡിങ് കൊടുക്കാം, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റിംഗ് ആണെങ്കിൽ ഉള്ള ഡെൽറ്റ എസിന്റെ ഇക്വേഷൻ MCP log T2/T1. അപ്പൊ M എന്നുള്ളത് മിക്സറിന്റെ MM എടുക്കണം, CP മിക്സറിന്റെ എടുക്കണം, log T2/T1. T2 എന്ന് പറയുന്നത് 40, T1 എന്ന് പറയുന്നത് 20. അപ്പൊ 40 + 273 അത് കെൽവിൻ ആക്കി ഇടണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. അത് ഇക്വേഷൻ വാല്യൂ കംപ്ലീറ്റ് ചെയ്ത് എഴുതാം. ഇസ് ഈക്വൽ ടു MM-ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളുക. കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലോഗ് LN ആണ് എടുക്കേണ്ടത്. ലോഗ് 40 + 273 ഡിവൈഡഡ് ബൈ 20 + 273 കെൽവിനിലാക്കി ഇടണം. അപ്പൊ ഡെൽറ്റ എസ് കിട്ടും. ഡെൽറ്റ എസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇതുപോലെ കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ, കോൺസ്റ്റന്റ് വോളിയത്തിലാണെങ്കിൽ ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു MM/CV എടുക്കണം. CVM ലോഗ് ഫൈനൽ ടെമ്പറേച്ചർ 40 + 273 ഡിവൈഡഡ് ബൈ 20 + 273 ഇതിന്റെയും വാല്യൂ കണ്ടുപിടിക്കുക. ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്.